എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി പരീക്ഷാഫലം എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കുമുള്ള ആ ഒരു സംശയത്തിനുള്ള ഉത്തരമായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു മെയ് അവസാന വാരത്തോടെ അല്ലെങ്കിൽ ജൂൺ ആദ്യ വാരത്തോടെ ആയിരിക്കും. അതായത് ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു 28-ാം തീയതിക്ക് ശേഷം, അതായത് ഈ ഒരു മെയ് 28-ന് ശേഷമോ അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റ് വീക്കിലോ ആണ് നിങ്ങളുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ സാധാരണഗതിയിൽ +1 റിസൾട്ട്, SSLC, +2 റിസൾട്ട് പ്രഖ്യാപിക്കുന്ന പോലെ ഇന്ന ദിവസം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് മുൻകൂട്ടി പറയാറില്ല. അപ്പോൾ വിദ്യാർത്ഥികളുടെ +1 റിസൾട്ട് സാധാരണ പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുക. വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു SSLC, +2 റിസൾട്ട് പ്രഖ്യാപിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസ മന്ത്രി ആ റിസൾട്ടൊന്നും പ്രഖ്യാപിക്കുന്നതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ റിസൾട്ട് വന്നാൽ നിങ്ങളോട് സ്കൂളിൽ നിന്ന് പറയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ചാനലുകൾ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പത്രം വഴിയോ ഈ ഒരു ഡീറ്റെയിൽസുകൾ അറിയാൻ സാധിക്കുന്നതാണ്. നിലവിൽ ഇന്ന ദിവസം പ്രഖ്യാപിക്കുമെന്നുള്ള ഒരു ഡേറ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം ജൂൺ 15-ാം തീയതിയായിരുന്നു ഈ ഒരു +1 റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ വർഷം അത് നേരത്തെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം കഴിഞ്ഞ വർഷം ഈ ഒരു +2 റിസൾട്ട് മെയ് 25-ന് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ വർഷം അത് ഏകദേശം മെയ് 9-ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം ഒരു 20 ദിവസത്തിനടുത്ത് ഉള്ളിൽ തന്നെ ആ ഒരു റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ അതുകൊണ്ട് തന്നെ ഈ ഒരു +1 റിസൾട്ടും ഈ വർഷം നേരത്തെ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികളുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് kerala-results.nic.in എന്ന വെബ്സൈറ്റാണ്. ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇവിടെ DHSC ഫസ്റ്റ് ഇയർ റിസൾട്ട്സ് 2024 എന്ന് പറഞ്ഞുകൊണ്ട് മുകളിലായിട്ട് തന്നെ ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കാണുന്നതാണ്. ഇത് 2023-ലെ ലിങ്കാണ്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങളുടെ റോൾ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ടും അതുപോലെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനായിട്ട് സൈഡിലായിട്ട് സ്കൂൾ വൈസ് റിസൾട്ട് എന്നുള്ള ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് സ്കൂളിൻ്റെ കോഡ് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റിസൾട്ടും അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എപ്പോഴാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ സെപ്റ്റംബറിൽ നടത്തുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം ഈ വർഷത്തെ +1 പരീക്ഷയുടെ ആ ഒരു സർക്കുലറിൽ ഈ ഒരു പരീക്ഷ, അതായത് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ സെപ്റ്റംബറിൽ നടത്തില്ല. അതായത് ഈ ഒരു മാർച്ച് മാസത്തെ +1 പരീക്ഷയോടൊപ്പമാണ് നടത്തുക എന്നുള്ള കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെങ്ങനെയാണ് തീരുമാനം എന്നുള്ള കാര്യം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ റിസൾട്ട് എന്ത് തന്നെയായാലും നിങ്ങളത് പ്രത്യേകിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത്, അടുത്ത +1 ക്ലാസ്സുകൾ ഏകദേശം ജൂൺ മാസത്തോടെ ആരംഭിക്കുകയാണ്. അപ്പോൾ +2 ക്ലാസ്സുകൾ നിങ്ങൾ നന്നായിട്ട് ഓരോ ദിവസത്തെ ക്ലാസ്സുകളും നന്നായിട്ട് പഠിക്കുകയും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ജസ്റ്റ് എന്താണ് ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ എന്താണ് നോട്ടിൽ എഴുതിയിട്ടുള്ളത്, എന്താണ് എഴുതിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. കാരണം പരീക്ഷയുടെ തലേന്ന് പോയിട്ട് ബുക്ക് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എന്താണ് എഴുതിയത് എന്നുള്ള കാര്യം തന്നെ മനസ്സിലാവില്ല. സാധാരണ അധിക വിദ്യാർത്ഥികൾക്കും ഇതാണ് സംഭവിക്കുന്നത്. കാരണം പല വിദ്യാർത്ഥികളും ക്ലാസ്സിൽ നോട്ട് എഴുതുന്ന സമയത്ത് നോട്ട് എഴുതും, പക്ഷേങ്കിൽ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്താണ് എഴുതിയത് അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്കൂളിൽ പോയിട്ട് ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ കൂട്ടുകാരോടോ ചോദിക്കില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവസാനം തൊട്ട് മാറ്റി വെച്ച് അവസാനം എക്സാം നടക്കുന്ന സമയത്ത് ഇതൊക്കെ തുറന്ന് നോക്കുന്ന സമയത്ത് എന്താണ് എഴുതിയത് തന്നെ എന്ന് കാര്യം പോലും ആ ഒരു വിദ്യാർത്ഥിക്ക് അറിയില്ല. അതായത് എന്താണെന്ന് നോട്ടിൽ എഴുതിയിട്ടുള്ള കാര്യം എന്താണ്, അത് എന്തിനെക്കുറിച്ചാണ് എഴുതിയത് എന്നിങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്ക് പിന്നീട് വരിക. ആ ഒരു സമയത്തേക്ക് പിന്നീട് പഠിക്കാനുള്ള ആ ഒരു സമയം കൂടി നഷ്ടമായിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എന്താണ് നോട്ടിൽ എഴുതുന്നത്, ആ ഒരു കാര്യം കറക്റ്റായിട്ട് എന്താണ് എഴുതിയത് എന്നുള്ള കാര്യത്തിനെക്കുറിച്ചുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടോ അല്ലെങ്കിൽ ടീച്ചറോടോ ചോദിക്കുക. എന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് ആ ഒരു സംശയം പരിഹരിക്കുക. എന്നിട്ട് വീട്ടിൽ പോയിട്ട് ജസ്റ്റ് നിങ്ങൾ ആഴ്ച തോറും റിവിഷൻ ചെയ്യുക. എന്താണ് എഴുതിയത് എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറയുന്നത്, നിങ്ങൾ ഈ ഒരു അവസാനം പരീക്ഷയുടെ ആ ഒരു തലേന്നൊക്കെ നോക്കുന്ന സമയത്ത് എന്താണ് എഴുതിയത്, അതുപോലെ തന്നെ എന്ത് ഇക്വേഷനാണ് അത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് തന്നെ ഓർമ്മയുണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അന്നെടുക്കുന്ന പാഠഭാഗങ്ങൾ എന്താണ് എഴുതിയത്, നോട്ട്സ് എഴുതിയത് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള റിവിഷൻ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ